ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ നല്ല ശുശ്രൂഷകരും ഉണ്ടല്ലോ അങ്കിൾ. ചിലർ ചെയ്യുന്ന തെറ്റുകൾ കാരണം എല്ലാവർക്കും ചീത്തപ്പേര് കിട്ടുക. ഇനിയും ഈ സ്ത്രീ എത്ര പേരെയാണോ പറ്റിക്കാൻ പോകുന്നത്? നമ്മൾ ആരെന്തു പറഞ്ഞാലും പെട്ടെന്ന് ധൃതി പിടിച്ച് തീരുമാനമെടുക്കരുത്. അവര് പരിചയക്കാരായിരിക്കാം, കൊച്ചുനാൾ മുതലേ അറിയാവുന്നവരായിരിക്കാം, ഒരുപക്ഷെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. ആര് തന്നെയായാലും കർത്താവിന്റെ ഉപദേശത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. കർത്താവ് മനോഹരമായി വഴി നയിക്കും. പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ആരെയും വിശ്വസിക്കരുത് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ കച്ചവടത്തിലോ എനിക്ക് ഇവരുണ്ട്, ഇവരെന്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് ആരെയോ വിശ്വസിച്ച് അവർ നിങ്ങളെ പറ്റിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു ചുറ്റുപാടിലായിരിക്കാം നിങ്ങളുള്ളത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഇതേപോലെ ഏകദേശം 111 വർഷങ്ങൾക്ക് മുൻപ് ടൈറ്റാനിക് എന്നു പേരുള്ള ഒരു കപ്പലിനെ ഒരു കൂട്ടം ജനങ്ങൾ ആശ്രയിച്ചു. ആ കപ്പൽ മുങ്ങിപ്പോവുകയേയില്ല, ദൈവത്തിനു പോലും മുക്കിക്കളയാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പരസ്യം ചെയ്തിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന പല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അല്പം പോലും വെള്ളം അകത്തു കയറാൻ പറ്റാത്ത വിധത്തിലാണ് അത് നിർമ്മിച്ചിരുന്നത്. ഇതൊക്കെ വിശ്വസിച്ച് 1912 ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഉള്ള ചില വ്യവസായ പ്രമുഖർ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് അതിൽ യാത്ര ചെയ്തു. 2200 പേരാണ് യാത്ര ചെയ്തത്. എന്നാൽ ഈ കപ്പൽ തന്റെ ആദ്യ യാത്രയിൽ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു മഞ്ഞു പാറയിൽ ഇടിച്ച് മുങ്ങിത്താണു. ഏകദേശം 1500 പേരാണ് മരിച്ചത്. മനുഷ്യന്റെ അറിവ് വൃഥാവാണ്. അതിനാൽ ഏത് സാഹചര്യമാണെങ്കിലും കർത്താവിനെ വിശ്വസിക്കാം. കർത്താവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളും സാധ്യമാകും. അടുത്തതായി ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. ഇന്ന് എൻ്റെ വീട്ടിലൊരാൾ വന്നായിരുന്നു. ഇവിടെ അടുത്തുള്ള ആള് ഒരു വൃദ്ധസേന നടത്തുന്ന പറഞ്ഞേ. ശരി. അവിടെയുള്ള പായും തലനൊക്കെ പഴയതായി. അതിന് നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നീ വലിയ നന്മവരല്ലേ, ആരെങ്കിലൊക്കെ സഹായിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുമല്ലേ? എടാ, അല്ലാതെ പിന്നെ എന്താടാ, അവരാരാന്ന് നിനക്കറിയോ? അറിയില്ല. ഇതിന്റെ മുന്നേ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വൃദ്ധസദനത്തിൽ പോയി നേരിട്ടെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുമില്ല. പിന്നെ നീ എന്ത് ധൈര്യത്തിലാ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത്? അക്കാര്യമൊക്കെ അയാൾ പറഞ്ഞത്. സംസാരിച്ച ആളെ പെടുത്തി കളയും കേട്ടോ. ഒരുത്തനെയും വിശ്വസിക്കരുത്. സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നു. സുഖാണോ ചേച്ചി? സുഖമായിട്ടിരിക്കുന്നു. ജോലിയൊക്കെ എങ്ങനെ നടക്കുന്നു? ചേട്ടനും കുട്ടികൾക്കും ഒക്കെ സുഖം തന്നെയല്ലേ? എല്ലാം നന്നായി പോന്നു. എല്ലാരും നന്നായിട്ടിരിക്കുന്നു. കുടിക്കാൻ എന്താ എടുക്കണ്ടേ, കാപ്പിയോ ചായയോ? ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ വന്ന കാര്യം പറയാം. ആ പറഞ്ഞു ചേച്ചി. നമ്മുടെ മന്ത്രാലയം വഴി ഒരു വൃദ്ധസേന ആരംഭിച്ചിട്ടുണ്ട്. ആണോ? ഒരുപാട് സന്തോഷമുണ്ട്. അതില് ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളോ? എന്താ പ്രശ്നം? ആ സ്ഥലം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. അയാൾക്ക് കുറച്ച് കാശും കൊടുക്കാനുണ്ട്. ഇപ്പോ പെട്ടെന്ന് കാശ് വേണമെന്നാ പറയുന്നേ. കാശ് കൊടുത്തില്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഒഴിയണമെന്നാ പറയുന്നേ. പ്രായമുള്ളവരെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? നിങ്ങൾക്ക് കുറച്ച് സമയം ചോദിച്ചൂടെ?
അത് ഞാൻ ചോദിച്ചു. 3 ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രാർത്ഥിക്കാൻ ചേച്ചി, കർത്താവ് അത്ഭുതങ്ങൾ കാണിക്കും. ഞാൻ ജപവും ചെയ്തു. കർത്താവ് എനിക്ക് നിന്റെ മുഖം കാണിച്ചു തന്നത്. സുബിയുടെ അടുത്തേക്ക് ചെല്ലാനാ പറഞ്ഞ്. എന്റെ മുഖമാണോ കാണിച്ചത്? നിനക്ക് നല്ല ദൈവാനുഗ്രഹമുണ്ട്. ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയില്ലേ? കേൾക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. അതിരിക്കട്ടെ, എത്ര ദിവസം സമയം തന്നിട്ടുണ്ട്? 3 ദിവസം. ചേച്ചി പൊയ്ക്കോളൂ, എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്യാം. ആ വിഷമിക്കണ്ടെന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ ജപിച്ചിരുന്നു. കർത്താവ് അങ്ങയുടെ മുഖം കാണിച്ചു തന്നത്. താങ്കളുടെ അടുത്തേക്ക് വരാനാ പറഞ്ഞത്. എന്റെ മുഖമാണോ കാണിച്ചു തന്നത്? അതേന്നെ, താങ്കൾക്ക് ദൈവാനുഗ്രഹമുണ്ട്. ആ, ഇത്രയും വലിയൊരു ഭാഗ്യം വന്നു ചേർന്നില്ലേ? കേൾക്കാൻ തന്നെ വളരെ സന്തോഷം. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ എനിക്ക് പറ്റുന്ന സഹായം ചെയ്തോളാം. ആ സുഖാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോനെങ്ങനിരിക്കുന്നു? മോൻ സുഖമായിട്ടിരിക്കുന്നു. എന്തേ, മോനെ കുറിച്ച് മാത്രമേ അന്വേഷിക്കുള്ളൂ? എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? അയ്യോ, അങ്ങനൊന്നും അല്ല. ശരി, നിനക്ക് എങ്ങനെയുണ്ട്? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, പറഞ്ഞോ. ഒരു നല്ല കാര്യത്തിനല്ലേ? സഹായം ചെയ്തോണ്ട് തെറ്റില്ല. ശരിയേട്ടാ. സുബി, അമ്മയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും സംസാരിച്ചിരുന്നു. ഇല്ലേട്ടാ. അവരോട് പറയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞോളാം. എപ്പോ? പറയാം, ഉടനെ തന്നെ പറഞ്ഞോളാം. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? അതിരിക്കട്ടെ, കഴിച്ചോ? ആ സുബി, എന്തെങ്കിലും ആലോചിച്ചോ? ആലോചിച്ചു ചേച്ചി. ആലോചിച്ചിട്ട് ഹസ്ബൻഡിനോടും ചോദിച്ചു. ഹസ്ബൻഡിനോടോ? അതെന്തിനാ? എന്ത് കാര്യമാണെങ്കിലും ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാനെന്ന് ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ജ്യോതി ചേച്ചിയോ? അവരെ നിനക്കറിയോ? അറിയാതിരിക്കോ ചേച്ചി? നന്നായിട്ട് അറിയാം. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ജ്യോതി ചേച്ചി എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ചേച്ചിയോട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. എന്താ കാര്യം? ഇല്ല, ഹസ്ബൻഡ് എന്താ മറുപടി പറഞ്ഞെന്ന് ചോദിക്കുന്നതിന് പകരം ജ്യോതി ചേച്ചിയെ പറ്റി ചോദിച്ചത്. അതോ, അതില് കുഴപ്പമൊന്നുമില്ല ചേച്ചി. വൃദ്ധരെ സഹായിക്കാനല്ലേ, കൊടുത്തോളാൻ പറഞ്ഞു. നാളെ വാ, ഞാൻ കാശ് എടുത്തു വെക്കാം. ഓ ശരി സുബി. ജ്യോതി, നമ്മുടെ ഗ്രാമത്തിൽ പ്രാർത്ഥന നടത്തുന്നില്ലേ? അതാ നിന്റെ ക്ലാസ്മേറ്റ് മദ്യത്തിൽ നിന്ന് വിമോചനം നേടി കുടുംബത്തോട് പ്രാർത്ഥന ചെയ്യുന്നില്ലേ? ആ അതെ അതെ, രാജൻ. അയാളുടെ ഭാര്യ ഇന്നലെ വീട്ടിൽ വന്നായിരുന്നു. ഏതോ ഓൾഡ് ഏജ് ഹോമിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. ദൈവം നിങ്ങളുടെ മുഖമാണ് കാണിച്ചത്, സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അങ്കിളിന്റെ അടുത്തും അവര് വന്നോ? എന്റെ അടുത്ത് വന്നോന്ന് ചോദിച്ചാ? അപ്പൊ നിന്റെ അടുത്തും അവര് വന്നിരുന്നോ? നിങ്ങളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ജപിച്ചു ചേച്ചി. കർത്താവ് നിങ്ങളുടെ മുഖം കാണിച്ചു തന്നത്. എന്റെ മുഖമോ? അതെ ചേച്ചി. ചേച്ചിയുടെ മുഖത്തെ കാണിച്ചിട്ട് ജ്യോതി ചേച്ചി എടുത്തു പോ, ചേച്ചി ഹെൽപ്പ് ചെയ്യുമെന്നാ പറഞ്ഞത്. നിങ്ങക്ക് തരാൻ മാത്രം എന്റെ അടുത്ത് എവിടുന്ന കാശ്? ചേച്ചി, അതെനിക്കറിയാം. ചേച്ചിയുടെ അടുത്ത് കാശൊന്നുമില്ല. പക്ഷേ സാമ്പത്തികമായിട്ടുള്ളവരെ ചേച്ചിക്ക് അറിയാലോ. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഹെൽപ്പ് ചെയ്യില്ലേ? ചേച്ചി, ഇത് ഞാനായിട്ട് പറയുന്നൊന്നുമല്ല, ജപിച്ചപ്പോ കണ്ട കാര്യവാ. ശരി, നോക്കാം. എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. ശരി ചേച്ചി.
ജ്യോതി, നീ ഒരു സഹായവും ചെയ്യണ്ട. കാരണം അവര് പറഞ്ഞ പോലെ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഒന്നുമില്ല. എനിക്കറിയാം അങ്കിൾ. അവരത് പറയുമ്പോ തന്നെ പറയുന്നതൊക്കെ നുണയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ നല്ല ശുശ്രൂഷകരും ഉണ്ടല്ലോ അങ്കിൾ. ചിലര് ചെയ്യുന്ന തെറ്റുകൾ കാരണം എല്ലാവർക്കും ചീത്തപ്പേര് കിട്ടുക. അവര് പറയുന്ന വാക്കുകള് അതേപടി വിശ്വസിക്കുക, ഒട്ടും ആലോചിക്കുന്നേയില്ല. അവരോട് സംസാരിച്ച കർത്താവ് എന്നോട് സംസാരിക്കുമെന്നുള്ള ബോധം പോലും അവർക്കില്ല. സത്യമാണ് ജ്യോതി. ഒരാളുടെ വാക്ക് കേൾക്കുമ്പോ ഒന്നിന് 2 പ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് അന്വേഷിച്ച് അതിനുശേഷമേ സഹായങ്ങൾ ചെയ്യാവൂ. ഇനിയും ഈ സ്ത്രീ എത്ര പേരെയാണോ പറ്റിക്കാൻ പോകുന്നത്? അങ്കിൾ, നമ്മുടെ ഇവിടെ വേറെ ആരാ ഉള്ളത് വെളുത്തതെല്ലാം പാലാണെന്ന് വിശ്വസിക്കുന്നവര്? സുബി, ഇതിൽ 1,00,000 രൂപയുണ്ട്. തൽക്കാലം ഇത് കൊണ്ടുപോയി കൊടുക്ക്. ഉടനെ തന്നെ ഞാൻ കുറച്ചും കൂടി റെഡിയാക്കാം. വളരെ സന്തോഷം. കർത്താവ് എപ്പോഴും നിന്റെ കൂടെ കാണും. ഞാൻ പോയിട്ട് വരാവേ. പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? മനുഷ്യരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ? നാസികയിൽ ശ്വാസമുള്ള മനുഷ്യനിൽ ആശ്രയിക്കാതിരിപ്പിൻ. ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുന്നതാണ് അതിനേക്കാൾ ഉത്തമം. അടുത്തതായി സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നിങ്ങൾക്കായി ദൈവവചനം പങ്കുവെച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നോക്കൂ, ശുശ്രൂഷാ പാതയിൽ ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, ലോകത്ത് ഈ കാലത്ത് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നറിയില്ല എന്ന് പറയാറുണ്ട്. ചിലർ പറയാറുണ്ട്, എന്റെ പരിചയക്കാരാ, എത്രയോ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവരാ, എന്റെ ബന്ധുവും കൂടിയാണ്, അല്ലെങ്കിൽ എന്റെ അയൽപക്കത്തുള്ളവരാണ്. അവര് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ അതേപടി വിശ്വസിച്ചു എന്ന്. ഇക്കാലത്ത് പലർക്കും അത് കാരണം എത്രയോ പ്രശ്നങ്ങളാണ്. എത്രയോ കാര്യങ്ങളിൽ പലരും കുടുങ്ങിക്കിടക്കുകയാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണെന്ന് പലരും പറയാറുണ്ട്. മറ്റു ചിലർ പറയുന്നത് എന്താണെന്നോ, എനിക്ക് പരിചയമുള്ള ബന്ധുവാണ്, അവര് നല്ലവരാണെന്നാ വിചാരിച്ചത്. അതായത് എന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹ കാര്യത്തിലായി അവര് പറഞ്ഞ വാക്കുകൾ ഞാൻ അതേപടി വിശ്വസിച്ചു. കാരണം നന്നായി അറിയാവുന്നവരാണ്. അതുകൊണ്ട് അവര് നല്ല ഉപദേശമൊക്കെ തന്ന് മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹ കാര്യത്തിന് നല്ല ഒരു ഉപദേശം തരും എന്ന് പറഞ്ഞ് അവര് പറഞ്ഞതൊക്കെ വിശ്വസിച്ചാണ് ഞാൻ എൻ്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം നിശ്ചയിച്ചത്. ഇന്ന് നോക്കിയാൽ എൻ്റെ മക്കളുടെ കുടുംബത്തിൽ സമാധാനമില്ല. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത്. ആ വരനെക്കുറിച്ചോ വധുവിനെക്കുറിച്ചോ പറയാറുണ്ട്, അവർ രക്ഷ പ്രാപിച്ചിട്ട് പോലുമില്ല. ഇന്ന് അത് കാരണം എൻ്റെ മകന്റെ കുടുംബം വേർപിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. എന്ത് ചെയ്യണമെന്നറിയില്ല. കുടുംബത്തിൽ ഇത് കാരണം യാതൊരു സമാധാനവുമില്ല. സാക്ഷിയായി ജീവിക്കാൻ പറ്റുന്നില്ല. മക്കളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ല എന്ന് പറയുന്നവരുമുണ്ട്. മറ്റു ചിലർ പറയാറുണ്ട്, നന്നായി അറിയാവുന്നവരാണ്, അവർ പറയുന്നത് കേട്ടാൽ ആരായാലും വിശ്വസിച്ചു പോകും. അത്രയ്ക്കും ഭംഗി വാക്കുകളാ പറഞ്ഞത്. അവരുടെ സംസാരത്തിൽ സംശയത്തിന്റെ ലെവലേശം പോലും തോന്നുകയേയില്ല. അവരെന്തു പറഞ്ഞാലും അതേപടി വിശ്വസിക്കുന്നത് പോലെയാണ് പറഞ്ഞത്. അത് വിശ്വസിച്ച് അവര് ചോദിച്ച പണം ഞാൻ കൊടുത്തു. ഇത്രയ്ക്കും അവര് നല്ലോണം അറിയാവുന്നവരാണ്. അവര് പറഞ്ഞത് 1 മാസമോ അല്ലെങ്കിൽ 2 മാസത്തിനകം പണം തിരിച്ചു തന്നേക്കാമെന്നാണ്. പക്ഷേ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ചോദിച്ചാൽ ചിലരെന്താണെന്നോ പറയുന്നത്, ഞാൻ നിങ്ങളോട് എപ്പോഴാ വാങ്ങിച്ചത് എന്ന് അവര് പിന്തിരിഞ്ഞു പോവുകയാണ് എന്ന്. വേറെ ചിലരെന്തൊക്കെയാണ് പറയുന്നതെന്നോ, ഞാൻ പോയി ചോദിച്ചാൽ തന്നെ അവർക്ക് ദേഷ്യം വരുന്നു. എനിക്ക് എപ്പോൾ തരാൻ പറ്റുമോ അപ്പോഴേ ഞാൻ തരൂ എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
ആരെ ചെന്ന് കാണണം എന്നറിയില്ല. എനിക്കും പണത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ട്. നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അവരെന്തൊക്കെയാണ് പറഞ്ഞത്, അവരുടെ ഭംഗി വാക്കുകളൊക്കെ കേട്ട് ഞാൻ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഞാനിന്ന് കഷ്ടപ്പെടുന്നത്. എന്റെ അടുത്തുള്ളതെല്ലാം കൊടുത്തിട്ട് എന്റെ മകന്റെ വിദ്യാഭ്യാസത്തിനോ മകളുടെ കല്യാണത്തിനോ ഇപ്പൊ ചെലവാക്കാനില്ല. എന്തു ചെയ്യണമെന്നറിയില്ല എന്ന് പറയാറുണ്ട്. വേറെ ചിലർ പറയുന്നത് എന്താണെന്നോ, ഞങ്ങൾ കൊച്ചുനാള് മുതലേ സുഹൃത്തുക്കളാ. സഹോദരനും പറയാറുണ്ട്, സഹോദരിയും പറയാറുണ്ട്. ഞങ്ങൾ ഇപ്പോഴല്ല, കൊച്ചുനാള് മുതലേ ഒരേ സ്കൂളിലാ പഠിച്ചത്. കോളേജിലും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഒരേ സ്ഥലത്താണ് താമസവും. അവരും കുടുംബമായി ജീവിക്കുന്നു, ഞങ്ങൾക്കും കുടുംബമുണ്ട്. ഞങ്ങൾ 2 കുടുംബവും നല്ല സ്നേഹത്തിലാ. ഒരിക്കൽ അവരുടെ ഒരു കാര്യത്തിനായി സാക്ഷിക്ക് ഒപ്പിടാനായി എന്നോട് പറഞ്ഞു. ഞാനും വിചാരിച്ചു, കൊച്ചുനാള് മുതലേ ഉള്ള സ്നേഹമല്ലേ, ഇന്നും ഇന്നലെ അല്ലല്ലോ, കുറെ കാലമായിട്ട് പരിചയമുള്ളതല്ലേ എന്ന് വിചാരിച്ച് ഞാനും ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഞാനന്ന് കയ്യൊപ്പിട്ട് കൊടുത്തതുകൊണ്ട് അവരെക്കാളും ഇന്ന് ഞാനാണ് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാ പുറത്തു കടക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കാരണം കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. പുറത്ത് തല കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സാക്ഷ്യം പറയാൻ പറ്റാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്ന് പലരും പറയാറുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളോട് ആരെന്ത് വാക്ക് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് ഒരു തീരുമാനത്തിൽ എത്തരുത്. ആവേശപ്പെടാൻ പാടില്ല. കാരണം കർത്താവിന്റെ വചനം സങ്കീർത്തനം 118:8 പറയുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന്. നമ്മളോട് ആരെന്തു പറഞ്ഞാലും പെട്ടെന്ന് ധൃതി പിടിച്ച് തീരുമാനം എടുക്കരുത്. പരിചയക്കാരായിരിക്കാം, കുറെ നാളായിട്ട് അറിയാവുന്നവരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ആര് തന്നെയായാലും ധൃതി പിടിച്ച് തീരുമാനമെടുക്കരുത്. സ്വയം ആലോചിച്ച് നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്ന വചനം പോലെ കർത്താവിനോട് അപേക്ഷിക്കുക, കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ അവസ്ഥയിൽ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, കർത്താവെ അങ്ങ് തന്നെ എനിക്കൊരു നല്ല ഉപദേശം നൽകണേ. ആരെന്തൊക്കെ പറഞ്ഞാലും കർത്താവിന് മുൻപാകെ ചെന്ന് കർത്താവിന്റെ ഉപദേശത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. കർത്താവ് ഭംഗിയായി നിങ്ങളെ വഴി നയിക്കും. മൊർദെഖായിക്കും എസ്തറിനും യഹൂദന്മാർക്കും എതിരായി ഹാമാൻ പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങളും ചെയ്തു, അവരെ നശിപ്പിക്കാൻ വേണ്ടി. ഇത് അറിഞ്ഞ മൊർദെഖായി ഉടനെ എന്താണ് ചെയ്തത്? ഉടനെ തന്നെ ചെയ്ത ഒരു കാര്യം എന്താണ്? അവര് സ്വയമേവ ഒരു ഡിസിഷനും എടുത്തില്ല, സ്വയമായിട്ടൊന്നും ചിന്തിച്ചില്ല, സ്വയം ഒരു തീരുമാനവും എടുത്തില്ല. റാണി തന്നെയാണ്, തനിക്ക് പേരും പ്രതാവും ഒക്കെ ഉള്ളതുകൊണ്ട് അധികാരമുണ്ട്, രാജാവിനെ കാണാം, അങ്ങനെ ചെയ്തില്ല. അവർ ഒന്നാമതായി കർത്താവിൽ അഭയം തേടി, കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ ഉപദേശത്തിനായി. ഇതിലെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? കർത്താവിന്റെ ഉപദേശം എന്താണ്? ഈ കാര്യത്തിൽ എങ്ങനെ പ്രവർത്തിച്ചാലാണ് ഈ ചതിയിൽ നിന്ന്, ഹാമാന്റെ ചതിപ്രയോഗങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. എസ്തറും മൊർദെഖായിയും അവരപ്പോഴെന്താണ് ചെയ്തത് എന്നറിയാമോ? തങ്ങളുടെ പ്രതാപത്തെ വിശ്വസിച്ചില്ല, താനൊരു മഹാറാണിയാണെന്നുള്ള ആ പദവി വിശ്വസിച്ചില്ല, തന്റെ അന്തസ്സിനെ വിശ്വസിച്ചില്ല. കർത്താവിന്റെ പാദങ്ങൾ, കർത്താവ് ശരിയായ ഉപദേശം നൽകും, കർത്താവ് എന്നെ ഭംഗിയായി വഴി നയിക്കും എന്നുള്ള ഒരു സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ മനോഹരമായി വഴി നയിക്കുന്നു. കർത്താവ് പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെ പെരുമാറണം, എങ്ങനെ രാജാവിനോട് സംസാരിക്കണം, എങ്ങനെ ഈ കാര്യത്തിൽ വിജയിക്കണം എന്ന്. അങ്ങനെ കർത്താവിന്റെ ഉപദേശം തേടിയതുകൊണ്ട് ഹാമാന്റെ ചതിപ്രയോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുഗ്രഹം കർത്താവ് നൽകി. അവർക്കെതിരായി പ്രവർത്തിച്ച ഹാമാനെ തൂക്കിലേറ്റാനായി കർത്താവ് തന്നെ ചുമതല ഏറ്റെടുത്ത് അത് നടത്തുന്നു. കർത്താവിന് മുൻപാകെ കുടുംബ ജീവിതം നയിക്കുന്ന നമ്മൾ ആരാണെങ്കിലും, ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരായിരിക്കാം, ഈ പരിപാടി കാണുന്ന മുതിർന്നവരായിരിക്കാം, കർത്താവിങ്കൽ വിവേകത്തിനായി യാചിക്കണം. എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും, എത്രയോ വലിയ ബിരുദങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, വലിയ ഉദ്യോഗത്തിലായിരിക്കാം, വലിയ പദവിയിലായിരിക്കാം, വലിയ അധികാരിയായിരിക്കാം. ഇന്ന് ഞാൻ എന്റെ ശുശ്രൂഷാ പാതയിൽ കാണുന്നുണ്ട്, എത്രയോ വലിയ പദവിയിൽ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും ഉയർന്ന പദവിയിലുള്ളവർ പോലും മനുഷ്യന്റെ വാക്കുകൾ വിശ്വസിച്ച് ഈ കാലത്ത് പല കുരുക്കുകളിലും അകപ്പെട്ടിട്ടുണ്ട്. ശുശ്രൂഷയിലായതുകൊണ്ട് അതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള കുറിപ്പുകൾ അവർ തരാറുണ്ട്. അതായത് എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും, എത്രയൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും കർത്താവിനോട് യാചിക്കണം. കർത്താവെ, അങ്ങയുടെ ജ്ഞാനം വേണം, കർത്താവെ, അങ്ങയുടെ വിവേകം വേണം. എന്റെ ജ്ഞാനം ഒന്നുമല്ല എന്ന് പറഞ്ഞ് കർത്താവിന്റെ ജ്ഞാനവും വിവേകവും
സ്വീകരിക്കുന്നതിനായി ഓരോ ദിവസവും കാത്തിരിക്കണം. ഞാൻ എന്തു പഠിച്ചാലും കർത്താവിന്റെ ജ്ഞാനമാണ് ഈ ദുഷ്ടമായ കാലഘട്ടത്തിൽ ദുഷ്ടരായ മനുഷ്യരുടെ വാക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് നന്മയും ശരിയായ പാതയും ലഭിക്കുമെന്നുള്ള സമർപ്പണ മനോഭാവത്തോടെ കർത്താവിനോട് യാചിക്കണം. അതേപോലെ തന്നെ ശലോമോൻ രാജാവ്, കർത്താവ് ചോദിച്ചില്ലേ ശലോമോനോട്, നിനക്ക് എന്ത് വേണം, നിന്റെ അപേക്ഷ എന്താണെന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ രാജാവ് പറയുകയാണ്, കർത്താവേ, ഈ ജനങ്ങളെ വിചാരണ ചെയ്യാനുള്ള ജ്ഞാനം എനിക്ക് വേണം. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഞാൻ ഭരിക്കേണ്ടതാണ്. അതുമാത്രമല്ല, ന്യായമായി ഞാൻ വിചാരണ നടത്തണം കർത്താവേ. നീതി ന്യായത്തോടുകൂടി ഞാൻ ഭരിക്കണം. എനിക്ക് അങ്ങയുടെ ജ്ഞാനം തരണേ കർത്താവേ. എത്ര ഭംഗിയായിട്ടാണ് ചോദിച്ചത്. ആ അപേക്ഷ കർത്താവിന്റെ ദൃഷ്ടിയിൽ ശരിയായിരുന്നു. കർത്താവ് ശലോമോൻ ചോദിച്ച അനുഗ്രഹങ്ങളും ചോദിക്കാത്ത അനുഗ്രഹങ്ങളും എല്ലാം കർത്താവ് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജ്ഞാനവും വലിയ പദവിയും അതൊന്നും വിശ്വസിക്കേണ്ട. അങ്ങയുടെ ജ്ഞാനം തരണേ. ദിവസവും കർത്താവിനോട് യാചിക്കുക. കർത്താവെ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരെ ഞാൻ കാണണം. അങ്ങേക്ക് ഇഷ്ടമുള്ള വഴികൾ തുറക്കപ്പെടണം കർത്താവേ. അങ്ങ് എന്റെ കൂടെ ഉണ്ടാവണം. അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് വിവേകത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള കൃപ എനിക്ക് നൽകണേ. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് നമ്മളൊരു ഡ്രാമ കണ്ടു. ജ്യോതി ചേച്ചി നാടകം നമ്മൾ കണ്ടില്ലേ? അതിലൊരു ഓൾഡ് ഏജ് ഹോം, വൃദ്ധസദനം പണിയാനുള്ള പണം ചോദിച്ചുകൊണ്ടാണ് ആ സഹോദരി വരുന്നത്. എന്നാൽ അതുകൂടാതെ തന്നെ അവർക്ക് കിടക്ക വേണം, അവർക്കുള്ള തലയണയും മറ്റ് സാധനങ്ങളും എല്ലാം വാങ്ങിക്കണം എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ആ സഹോദരൻ അവരോട് ചോദിക്കുകയാണ്, അവരെ നിനക്ക് അറിയാമോ, അവരെ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതേപോലെ തന്നെ ആര് നമ്മോട് സാമ്പത്തിക സഹായം ചോദിച്ചാലും നിങ്ങൾ ആ കാര്യം സത്യമാണോ എന്ന് അന്വേഷിക്കണം. അവരെക്കുറിച്ച് അന്വേഷിക്കണം. നിങ്ങളോട് സഹായം ചോദിക്കുന്നവർ ഒരു വൃദ്ധസദനമായിക്കോട്ടെ, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന കുടുംബത്തിനായിക്കോട്ടെ, ഗ്രാമത്തിൽ ദേവാലയം നിർമ്മിക്കാനായാലും എന്ത് തന്നെ ആയാലും നിങ്ങളോട് വന്ന് അവർ പണം ചോദിക്കുമ്പോൾ ഇത് സത്യമാണോ, ശരിക്കും ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ, ഇവർ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണോ, വൃദ്ധസദനം വെച്ചിട്ടുണ്ടോ, ദേവാലയം പണിയുന്നുണ്ടോ, എല്ലാം അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോയി ഒന്ന് നോക്കാം. പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോയി കാണാം. കണ്ടിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ കാര്യം പണം കൊടുക്കുകയോ ചോദിച്ച സാധനം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യാം. അത് നിങ്ങൾക്കും ഒരു സന്തോഷമായിരിക്കും. അതിനാൽ ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരാകരുത്. മനുഷ്യരെ നിങ്ങൾ പേടിക്കേണ്ട. കർത്താവിന്റെ ഹിതപ്രകാരം പ്രവർത്തിക്കുക. കർത്താവിൽ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ കുരുക്കുകളും പ്രശ്നങ്ങളും വരാതെ കർത്താവിന്റെ വഴിനയിക്കൽ ഉണ്ടാകും. കർത്താവ് നിങ്ങൾക്ക് ജ്ഞാനവും വിവേകവും നൽകും. കർത്താവ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഭംഗിയായി വഴി നയിക്കുന്നതാണ്. കർത്താവ് സാക്ഷിയായി നിർത്തും. കർത്താവ് നമുക്ക് നന്മകൾ നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നതാണ്. അങ്ങനെയുള്ള അനുഗ്രഹം നേടുന്നതിനായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഞാൻ പ്രശ്നത്തിലായിരിക്കുകയാണ്. മനുഷ്യന്റെ വാക്കുകൾ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ പ്രശ്നത്തിലായി. മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ചതുകൊണ്ട് എന്റെ കുടുംബത്തിൽ സാക്ഷിയും കുറവായി. ഞാൻ കുരുക്കിലും ചതിയിലും അകപ്പെട്ടു പ്രശ്നത്തിലായിരിക്കുകയാണ്. ഞാൻ ലജ്ജിച്ചു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഒരുപക്ഷെ ഇന്നേ ദിവസം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ട് ഈ പ്രാർത്ഥനാ സമയത്ത് വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം. ഇന്നേ ദിവസം കർത്താവ് ഇവർക്ക് നൽകിയ നല്ല ഉപദേശത്തിനായി നന്ദി കർത്താവേ. ഇതുവരെ കർത്താവെ, അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാതെയും അങ്ങയോട് പ്രാർത്ഥിച്ചു പ്രവർത്തിക്കാതെയും ജ്ഞാനവും വിവേകവും നേടി അങ്ങയുടെ വഴിയിലൂടെ നടക്കാതെയും സ്വന്തം ഇച്ഛാനുസരണം പ്രവർത്തിച്ചുകൊണ്ട് പെരുമാറുന്ന ഓരോരുത്തരെയും കർത്താവെ, അങ്ങയുടെ ദയ കൊണ്ടും കൃപ കൊണ്ടും കരുണ കൊണ്ടും ക്ഷമിച്ച് അവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം കർത്താവിന്റെ ഉപദേശമനുസരിച്ച് ഈ പരിപാടി കാണുവാനായി തയ്യാറായിരിക്കുന്ന ഇവരെ അങ്ങ് അനുഗ്രഹിച്ച് ഇവർക്ക് നല്ല ഒരു ഉപദേശം നൽകണമേ. കർത്താവ് ജ്ഞാനത്തിന്റെ ആത്മാവായിരിക്കണമേ. കർത്താവ് ഇവരെ ഉപദേശിച്ച് വഴി നയിക്കണമേ. ഓരോ കുടുംബത്തിലും കർത്താവിന്റെ വഴി നയിക്കൽ ഉണ്ടാകട്ടെ. ഓരോ കുടുംബത്തിലും കർത്താവിന്റെ നന്മയുള്ള കരം നീട്ടപ്പെടുമാറാകട്ടെ. നന്മ ചെയ്യുന്ന ദൈവം ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ കുടുംബത്തിലും അങ്ങയുടെ അനുഗ്രഹം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചുമതല ഏറ്റെടുത്തതിനായി സ്തോത്രം. അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ.
പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. അതുകൂടാതെ നാളെയും മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ കാണാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.